അമൽനീരിന്റെ സിനിമകളിൽ കൾട്ട് ഫാൻസുള്ള ചിത്രമാണ് ബാച്ചലർ പാർട്ടി. ആസിഫ് അലി, റഹ്മാൻ, ഇന്ദ്രജിത്ത്, കലാഭവൻ മണി, വിനായകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം അണിയർ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു. ബാച്ചലർ പാർട്ടി DX എന്ന് ആണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസ് തീയതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 15-ന് പൂജ റിലീസായി പുറത്തുവരും. അമൽ നീരജ് പ്രൊഡക്ഷൻസ്, ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻ, അൻവർ റഷീദും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നസ്രീൻ, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, സൗബിൻ ഷറഫുദ്ദീൻ, ശ്രീനാഥ് വാസി, ഷൈൻ ടോം ജോക്കോ, ചന്തു, നൈദ നദിയ മൊയ്തു, ജ്യോതിർമയ്, രജിഷ വിജയൻ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. അമർനീത് പ്രൊഡക്ഷൻ, അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ അൻവർ റഷീദും ജ്യോതിർമയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പു പ്രഭാകരൻ നിർമ്മിക്കുന്ന സിനിമയുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് ക്രിസ്റ്റ്യൻ സേവറാണ്. ബാച്ചലർ പാർട്ടിയുടെ തുടർച്ചയാകില്ലെന്നും മറിച്ച് സ്പിരിച്വൽ സീക്വൻസ് എന്ന നിലയിലായിരിക്കും ഈ ചിത്രം ഒരുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. സ്റ്റൈലിഷ് മേക്കിങ്ങിന് പേരുകേട്ട സംവിധായകനാണ് അമൽ നീരദ്. തൻ്റെ താരങ്ങളെയെല്ലാം വൻ സ്റ്റൈലിഷ് ലുക്കിലാണ് അമൽ അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തൻ്റെ സിനിമയിൽ താരങ്ങളുടെ ലുക്ക് കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. ഉടൻ തന്നെ മറ്റ് അപ്ഡേറ്റുകൾ എത്തുമെന്നാണ് സൂചന. 2012-ൽ റിലീസ് ചെയ്ത ബാച്ചലർ പാർട്ടി ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. ഇതിൻ്റെ പൂർണ്ണമായ തുടർച്ചയാണ് ബാച്ചലർ പാർട്ടി ദ ഡ്യൂ എന്ന് അറിയാനെന്ന് വ്യക്തമല്ല. ഉണ്ണിയാറും സഞ്ജോസ് ഇച്ചിക്കാനും എന്നിവർ ചേർന്നാണ് ബാച്ചലർ പാർട്ടിയുടെ കഥ എഴുതിയിരുന്നത്. ആസിഫ് അലി, കലാഭവൻ മണി, റഹ്മാൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, വിനായകൻ, നിത്യമേനൻ എന്നിവർ അഭിനയിച്ച ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനും രമ്യ നമ്പീശൻ എന്നിവർ ക്യാമിയോ റോളിലും എത്തിയിരുന്നു.